നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അടുക്കളയിൽ രാധിക പാചകം ചെയ്യുന്നതും നീ വീഡിയോ കണ്ടിരിക്കുന്നതും പല തവണ ഞാൻ കണ്ടതാ. പക്ഷേ ഞാനും പത്മിനി അകത്തേക്ക് വന്നപ്പോ നേരെ മറിച്ചാണെന്ന് നീ തെളിയിച്ചു. ഒരുപക്ഷെ അവൾ എന്റെ മകളാണെന്ന് തിരിച്ചറിയുന്ന നിമിഷം അവള് കൊല്ലപ്പെടും. അതെനിക്ക് താങ്ങാൻ പറ്റില്ല. അവൾ എന്റെ മകളാണെന്ന് അവൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല. പിന്നെ ഞാനൊരു പുതിയ മ്യൂസിക് സ്കൂൾ തുടങ്ങിയ കാര്യം പറഞ്ഞില്ലേ, അവൾ അവിടുത്തെ ടീച്ചറാ. അവിടെ ഒരു മാഡം ഉണ്ട്, പർദ്ദയിട്ട് നടക്കുന്ന ഫിദ മാഡം. ദൈവം എനിക്ക് തന്ന വേഷം അത്. പർദ്ദയ്ക്കിടയിലൂടെയുള്ള കാഴ്ചയിൽ ഞാൻ എന്നും അവളെ കാണുന്നുണ്ട്. ഫിദ മാഡത്തിന് ഒരുപാട് ഇഷ്ടം. അമ്മയെ പോലെയും തന്നെ പറയുന്നത്. കുറച്ചുകാലം അവളുടെ മുമ്പിൽ ഒളിച്ചു കളിക്കേണ്ടി വരും. അല്ലെങ്കിലും കുഞ്ഞുങ്ങളും അമ്മമാരും തമ്മിലുള്ള ഒളിച്ചുകളി പതിവാണല്ലോ, അല്ലേ അടുത്തേ? ഐശ്വര്യം മാലിന്യൊന്നും ഒരു കാരണവശാലും മോളെ കുറിച്ച് അറിയാൻ പാടില്ല. ശ്യാമ പറഞ്ഞതുപോലെ അത് ആപത്താ. എനിക്ക് എന്ത് സന്തോഷമാണെന്നോ മോള് നിന്റെ കൂടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോ. എനിക്ക് മോളെ കാണാൻ പറ്റുമോ? പറ്റും. പക്ഷെ ഒറ്റ കുഴപ്പം മാത്രമേ ഉള്ളൂ, അവിടെ ശ്യാമ ഉണ്ടാവില്ല. അവിടെ ഫിദ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് സാരമില്ല, ഞാൻ ശ്രദ്ധിച്ചോളാം. അല്ല, ഈ സ്കൂളിന്റെ കാര്യങ്ങളൊക്കെ ഐശ്വര്യക്ക് അറിയാവുന്നതല്ലേ? എന്നിട്ട് അതുവഴി വന്നില്ല ഇതുവരെ? ഞാൻ നിർബന്ധപൂർവ്വം വിലക്കിയിരിക്കുക. എന്റെയും എന്റെ മോളുടെയും സെക്യൂരിറ്റി നോക്കി. പിന്നെ കണക്കുകളിലല്ലാതെ കലയിൽ വലിയ താല്പര്യമൊന്നും ഇല്ലല്ലോ ഐശ്വര്യടുത്തേക്ക്. എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്ന് കരുതി കാണും. ഒരുപാട് കരഞ്ഞു ദൈവത്തിന്റെ മുമ്പില്, അഖിൽ സാറിന്റെ മുമ്പില്. ഒരുപാട് അലഞ്ഞു, ഒരു പിടിയുമില്ലാതെ. ഒടുവിൽ ഞാൻ ആഗ്രഹിച്ച സ്വർഗം എന്റെ മുമ്പിൽ വെച്ച് തന്നു. ഇനി നോക്കിക്കോ, ശ്യാമെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല. കാരണം ഞാൻ എന്റെ മകളെ സംരക്ഷിക്കുന്ന അമ്മയോ. ആ അമ്മയുടെ ചങ്കൂറ്റം ഞാൻ കാണിക്കണ്ടേ? കാണിക്കും. എന്തായി കാണിക്കുന്നേ? ഞാൻ വിളമ്പി കൊടുക്കില്ല എല്ലാവർക്കും. അങ്ങോട്ട് മാറി നിൽക്ക്. അതെ, ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ വിളമ്പാനും എനിക്കറിയാം. വേണ്ട വേണ്ട, വെള്ളം ഞാൻ എടുത്തു കൊടുത്തോളാം. പ്രിയങ്കമോളെ, മോളും ഇരുന്ന് കഴിക്കേ. വേണ്ടമ്മേ, ഇനി മുതൽ എല്ലാവർക്കും വിളമ്പി എല്ലാവരും മതിയാവോളം കഴിച്ചിട്ടേ ഞാൻ കഴിക്കൂ. ഇതെന്താ മോളെ പുതിയൊരു പരിഷ്കാരം? പരിഷ്കാരത്തിലൊന്നും വലിയ കാര്യമില്ല, പാരമ്പര്യത്തിലാ കാര്യം. അങ്ങനെയല്ലേ അമ്മ? മോളെ രാധികെ, മോളിങ്ങനെ കാഴ്ചക്കാരിയായിട്ട് നിന്നിട്ട് ഒരു കാര്യമില്ല. ഇങ്ങോട്ടിരിക്കും. മുത്തശ്ശി, മോൾ ഇവിടെ ഇരുന്ന് കഴിക്കും. അയ്യോ മുത്തശ്ശി, അല്ല ഞങ്ങൾ ഒരുമിച്ച് കഴിച്ചോളാം. ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കൂ കുട്ടി.
പ്രിയങ്കേ, രാധിക മോൾക്ക് വിളമ്പിക്കൊടുക്ക. ഭക്ഷണമൊക്കെ നന്നായിട്ടുണ്ട് അല്ലേ ചേച്ചി? പിന്നെ ഞാൻ അടുക്കളയിൽ സ്വാദ് നോക്കിയായിരുന്നു. ചില ആളുകളുണ്ടല്ലോ, എത്ര കഴിവുകളുണ്ടെങ്കിലും പുറത്ത് മനസ്സിലാവില്ല. അതുപോലെ പ്രിയങ്കമോളുടെ കാര്യം. ഞാൻ കരുതിയത് അടുക്കളയുമായി പ്രിയങ്കമോൾക്ക് അത്രയധികം ബന്ധമൊന്നുമില്ലെന്നാ. ഇതിപ്പോ ഞെട്ടിച്ചു കളഞ്ഞല്ലോ. താങ്ക്സ് അച്ഛാ. പിന്നെ ഇന്നൊരു സ്പെഷ്യൽ ഉണ്ട്. അതെന്താ? ഇത് ഒരു സ്പെഷ്യൽ ഹൽവയാ. കഴിച്ചു നോക്കി എല്ലാരും. എന്നിട്ട് എല്ലാവരും പറയും എങ്ങനെയുണ്ടെന്ന്. ഇതെന്നെ മുത്തശ്ശി പഠിപ്പിച്ചതാ. എങ്ങനെയുണ്ട് അച്ഛാ? ഗംഭീരം. എങ്ങനെയുണ്ട് വരുൺ? എനിക്കതില് സംശയമൊന്നുമില്ല. ഇതുണ്ടാക്കിയ ആളുടെ കൈയും ഉണ്ടാക്കിയ ആളുടെ മനസ്സും പരിശുദ്ധ. മോളെ പ്രിയങ്കേ, 2 ദിവസം കഴിയുമ്പോ ചെറിയമ്മയുടെ വീട്ടിൽ നിന്ന് കുറച്ച് ആളുകൾ വരും. അപ്പം മോള് നിന്നുണ്ടാക്കണേ. ഉണ്ടാക്കാൻ ചെറിയമ്മേ. എന്തായാലും ഇത്ര വിശേഷപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് ഇത് ഉണ്ടാക്കുന്ന വിധം നമ്മളെല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കണമല്ലോ. ഇതെങ്ങനെയാ മോളെ ഉണ്ടാക്കുന്നേ? ഒന്ന് പറഞ്ഞേ. അത് മുത്തശ്ശി പറഞ്ഞു കേട്ടില്ലടോ. അടുപ്പില് തീ കൂട്ടുന്ന മുതലുള്ള കാര്യങ്ങളൊന്നും പറയണ്ട. ഈ എന്തൊക്കെ ചേർക്കണം, അതിന്റെ അളവ് എത്ര, അതൊക്കെ പറഞ്ഞാ മതി. നീ എന്താണീ കരുതി? ഈ വീട്ടിലുള്ളവരെല്ലാം കണ്ണുപൊട്ടന്മാരാണെന്ന്. അടുക്കളയിൽ രാധിക പാചകം ചെയ്യുന്നതും നീ വീഡിയോ കണ്ടിരിക്കുന്നതും പലതവണ ഞാൻ കണ്ടത്. പക്ഷേ ഞാനും പത്മിനി അകത്തേക്ക് വന്നപ്പോ നേരെ മറിച്ചാണെന്ന് നീ തെളിയിച്ചു. അതുകൊണ്ടെന്താ നിനക്കുള്ള നേട്ടം? രാധിക ചെയ്യുന്നത് നോക്കി വല്ലതും പഠിക്കാൻ ശ്രമിച്ചുകൂടായിരുന്നോ? ഇപ്പൊ മനസ്സിലായി എന്താ താൻ പറഞ്ഞു വന്ന പാരമ്പര്യമെന്ന്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.